കെമിക്കൽ റിയാക്ഷനുകളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഫീനോളുകൾ സാധാരണയായി കാണിക്കുന്ന ചില പ്രധാനപ്പെട്ട കെമിക്കൽ റിയാക്ഷനുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് പഠിക്കുന്നത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഫീനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആരോമാറ്റിക് റിങ്ങിൽ, അതായത് ബെൻസീൻ റിങ്ങിൽ ഒരു OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ. ഇങ്ങനെയുള്ള ഒരു ഫീനോൾ എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ ആരോമാറ്റിക് റിങ്ങിലേക്ക് വീണ്ടും റിയാക്ഷൻ നടന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നതിനെയാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഫീനോൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ അവയുടെ ആരോമാറ്റിക് റിങ്ങിലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക. ഇങ്ങനെ ആരോമാറ്റിക് റിങ്ങിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോൾ ഫീനോളിലുള്ള OH ഗ്രൂപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. OH ഗ്രൂപ്പ് ദാറ്റ് ആക്ടിവേറ്റ്സ് ദ ബെൻസീൻ റിംഗ് ഫോർ ഫർദർ സബ്സ്റ്റിറ്റ്യൂഷൻ. ഫീനോളിലുള്ള ഈ OH ഗ്രൂപ്പ് ബെൻസീൻ റിങ്ങിനെ കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യുകയും അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഫീനോളിൻ്റെ ആരോമാറ്റിക് റിങ്ങിൽ നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് നടക്കുമ്പോൾ ഫീനോളിൻ്റെ ഏത് പൊസിഷനിലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ സംഭവിക്കുന്നത്? നമുക്കറിയാം, ഫീനോൾ എന്ന് പറയുമ്പോൾ ബെൻസീൻ റിംഗ് അറ്റാച്ച് ടു OH ഗ്രൂപ്പാണ് അല്ലേ. ഇങ്ങനെയുള്ള ഫീനോളിൻ്റെ ആരോമാറ്റിക് റിങ്ങിൻ്റെ ഏത് പൊസിഷനുകളിലാണ് സാധാരണയായിട്ട് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് നടക്കുക? സാധാരണയായിട്ട് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് നടക്കുന്നത് ഓർത്തോ പൊസിഷനിലോ അല്ലെങ്കിൽ പാരാ പൊസിഷനിലോ ആണ്. OH ഗ്രൂപ്പിന് ഓർത്തോ പൊസിഷൻസിലോ അതുമല്ലെങ്കിൽ പാരാ പൊസിഷനിലുമാണ് ഇത്തരത്തിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക. എന്തുകൊണ്ടാണ് ഓർത്തോ പൊസിഷനിൽ അല്ലെങ്കിൽ പാരാ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത്? അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫീനോളിൻ്റെ റെസണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സ് എന്ന് കൺസിഡർ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പഠിച്ചിട്ടുള്ള ഫീനോളിൻ്റെ റെസണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സ് ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. According to this resonance hybrid structure, we can see the negative charge is situated in the ortho position and para position with respect to the OH group. OH ഗ്രൂപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ OH ഗ്രൂപ്പിന് ഓർത്തോ പൊസിഷനായിട്ടോ അല്ലെങ്കിൽ OH ഗ്രൂപ്പിന് പാരാ പൊസിഷനായിട്ടോ ആണ് നെഗറ്റീവ് ചാർജ് കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അതായത് ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജുള്ള സ്പീഷീസ് ആണ് അല്ലേ. അതിനാൽ ഈ പോസിറ്റീവ് ചാർജുള്ള സ്പീഷീസ് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് വന്ന് അറ്റാച്ച് ചെയ്യുന്നത് ഈ ഓർത്തോ പൊസിഷനിലോ പാരാ പൊസിഷനിലോ ആണ്. അപ്പോൾ ഇങ്ങനെ ഫീനോളുകൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ വിധേയമാവുകയും അങ്ങനെ ആരോമാറ്റിക് റിങ്ങിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുകയും ഓർത്തോ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ പാരാ പ്രൊഡക്റ്റോ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ചില പ്രധാനപ്പെട്ട ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാം. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ഫീനോളിൻ്റെ കാര്യത്തിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് നൈട്രേഷൻ എന്ന റിയാക്ഷനാണ്. എന്താണ് നൈട്രേഷൻ? നൈട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന റിയാക്റ്റൻറ്റിനെ നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് NO2 എന്ന ഗ്രൂപ്പ് ഇലക്ട്രോഫൈല് ബെൻസീൻ റിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഫീനോൾ അണ്ടർഗോ റിയാക്ഷൻ വിത്ത് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് ആൻഡ് ഫോം ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രോഡക്റ്റ് ആൻഡ് ഓൾസോ പാരാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രോഡക്റ്റ്. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ഫീനോളിന് നൈട്രേഷൻ സംഭവിക്കുകയും NO2 എന്ന ഇലക്ട്രോഫൈൽ ഫീനോളിൻ്റെ ഓർത്തോ പൊസിഷനിലോ അല്ലെങ്കിൽ പാരാ പൊസിഷനിലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ രണ്ട് പ്രൊഡക്റ്റുകളാണ് ഉണ്ടാകുന്നത്. ആദ്യത്തെ പ്രൊഡക്റ്റ് ഓർത്തോ നൈട്രോഫിനോൾ, രണ്ടാമത്തേത് പാരാ നൈട്രോഫിനോൾ. അതായത് ഫിനോളിന് നൈട്രേഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ രണ്ട് കോമ്പൗണ്ട്സിൻ്റെയും ഒരു മിക്സ്ചറാണ് ലഭിക്കുക. അപ്പോൾ ഇങ്ങനെ ഉള്ള ഈ മിക്സറിൽ നിന്നും രണ്ട് കമ്പോണൻസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഓർത്തോ നൈട്രോഫിനോളിനെയും പാരാ നൈട്രോഫിനോളിനെയും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് സ്റ്റീം ഡിസ്റ്റിലേഷൻ മെത്തേഡാണ്. സ്റ്റീം ഡിസ്റ്റിലേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഓർത്തോ നൈട്രോഫിനോളിനെയും പാരാ നൈട്രോഫിനോളിനെയും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത് നോക്കാം. ഇൻ ദ കേസ് ഓഫ് ഓർത്തോ നൈട്രോഫിനോളിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ NO2 ഗ്രൂപ്പും OH ഗ്രൂപ്പും തമ്മിൽ ഓർത്തോ പൊസിഷനിലാണ് അല്ലേ. ഇങ്ങനെ ഓർത്തോ പൊസിഷനിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇറ്റ് വിൽ ഹാവ് ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ആ മോളിക്യൂളിനുള്ളിൽ തന്നെ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആണ്. OH ഗ്രൂപ്പിലുള്ള ഹൈഡ്രജനും NO2 ഗ്രൂപ്പിലുള്ള ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജനും തമ്മിൽ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കുന്നു.
So due to the presence of intramolecular hydrogen bonding, orthonitrophenol is steam volatile. അതുകൊണ്ട് തന്നെ ഈ ഒരു മിക്സ്ചറിനെ സ്റ്റീം ഡിസ്റ്റിലേഷൻ എന്ന മെത്തേഡ് ചെയ്യുമ്പോൾ ഓർത്തോനൈട്രോഫിനോൾ വളരെ എളുപ്പത്തിൽ തന്നെ വോളറ്റൈൽ കമ്പോണൻ്റ് ആയതുകൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് ലഭിക്കുന്നതാണ്. എന്നാൽ പാരാനൈട്രോഫിനോളിൽ എന്താണെന്ന് നോക്കൂ. പാരാനൈട്രോഫിനോളിൽ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. രണ്ട് പാരാനൈട്രോഫിനോൾ മോളിക്യൂൾസും തമ്മിൽ കൺസിഡർ ചെയ്താൽ ഒരു മോളിക്യൂളിൻ്റെ NO2 ഗ്രൂപ്പും തൊട്ടടുത്ത മോളിക്യൂളിൻ്റെ OH ഗ്രൂപ്പും തമ്മിൽ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആണ് അല്ലേ. ഇതിനെയാണ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് വിളിക്കുന്നത്. രണ്ട് മോളിക്യൂൾസ് തമ്മിലാണ് ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ്. സോ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്, പാരാനൈട്രോഫിനോൾ ഈസ് ലെസ് വോളറ്റൈൽ ദാൻ ഓർത്തോനൈട്രോഫിനോൾ. അതുകൊണ്ട് തന്നെ പാരാനൈട്രോഫിനോൾ വളരെ എളുപ്പത്തിൽ വോളറ്റൈലായിട്ട് വരില്ല. ഓർത്തോനൈട്രോഫിനോൾ വളരെ പെട്ടെന്ന് തന്നെ വോളറ്റൈലായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇങ്ങനെ ഫിനോളിന് നൈട്രേഷൻ എന്ന ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രൊഡക്റ്റുകളാണ് ഓർത്തോനൈട്രോഫിനോളും പാരാനൈട്രോഫിനോളും. ഫിനോളിനെ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഫിനോൾ undergo reaction with a concentrated nitric acid and we will get 2,4,6 trinitrophenol. അതായത് ഫിനോൾ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കുമ്പോൾ NO2 എന്ന ഇലക്ട്രോഫൈല് ഈ ഒരു ഫിനോളിൻ്റെ 2,4,6 പൊസിഷനുകളിൽ വന്ന് അറ്റാച്ച് ചെയ്യുകയും അങ്ങനെ 2,4,6 ട്രൈനൈട്രോഫിനോൾ എന്ന കോമ്പൗണ്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഈ 2,4,6 നമ്പറിങ് വരുന്നത്? OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള കാർബണിന് 1 എന്ന നമ്പർ കൊടുക്കാം. പിന്നീട് NO2 ഗ്രൂപ്പ്സ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റംസിന് നമ്പർ കൊടുക്കാം. അപ്പോൾ നമുക്ക് കാണാം 2, 4, 6 പൊസിഷനുകളിലാണ് NO2 ഗ്രൂപ്പ് ഉള്ളത്. അതിനാൽ ഇതിനെ 2,4,6 ട്രൈനൈട്രോഫിനോൾ എന്ന് വിളിക്കാം. ഈ കോമ്പൗണ്ടിൻ്റെ ഒരു കോമൺ നെയിം ആയിട്ട് പറയുന്നത് പിക്രിക് ആസിഡ് എന്നാണ്. പിക്രിക് ആസിഡ് ലബോറട്ടറികളിലെല്ലാം തന്നെ ഉപയോഗമുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓർഗാനിക് കോമ്പൗണ്ടാണ് പിക്രിക് ആസിഡ്. 2,4,6 ട്രൈനൈട്രോഫിനോൾ. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഹാലജനേഷൻ റിയാക്ഷനുകളെ പറ്റിയിട്ടാണ്. എന്താണ് ഹാലജനേഷൻ റിയാക്ഷൻ? ഏതൊരു റിയാക്റ്റൻറ്റും ഹാലജൻ ആറ്റംസുമായിട്ട് റിയാക്ട് ചെയ്യുന്ന റിയാക്ഷനുകളെയാണ് ഹാലജനേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഹാലജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് 17 എലമെൻറ്റ്സ് ആയിട്ടുള്ള ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എന്നിവയാണ്. ഇവിടെ നമ്മൾ ഫിനോളിൻ്റെ ഹാലജനേഷൻ റിയാക്ഷനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഇവിടെ കൂടുതലായിട്ടും നമ്മൾ ശ്രദ്ധിച്ചു പഠിക്കേണ്ടത് ഫിനോളിൻ്റെ ബ്രോമിനുമായിട്ടുള്ള റിയാക്ഷനാണ്. ഓൺ ട്രീറ്റിംഗ് ഫിനോൾ വിത്ത് ബ്രോമിൻ ഇൻ ഡിഫറെൻറ്റ് റിയാക്ഷൻ കണ്ടീഷൻസ്, ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ആർ ഗെറ്റിംഗ് ഫോംഡ്. ഫിനോളിനെ ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിനുള്ള റിയാക്ഷൻ കണ്ടീഷൻസ് മാറുന്നതിനനുസരിച്ചിട്ട് പല പ്രൊഡക്ട്സ് ഫോം ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഇവിടെ ഫിനോളിനെ ബ്രോമിനുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഫിനോൾ അണ്ടർഗോ റിയാക്ഷൻ വിത്ത് ബ്രോമിൻ ഇൻ കാർബൺ ഡൈസൾഫൈഡ്. ബ്രോമിൻ ഇൻ CS2 മീഡിയത്തിലുള്ള ബ്രോമിനുമായിട്ട് ഫിനോളിനെ റിയാക്ട് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഈ റിയാക്ഷൻ നടക്കുന്നത് 273 കെൽവിൻ ടെമ്പറേച്ചറിലാണ്, അതായത് 0 ഡിഗ്രി സെൽഷ്യസ്. ഈ 0 ഡിഗ്രി സെൽഷ്യസിൽ ഫിനോള് ബ്രോമിൻ CS2മായിട്ട് റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് 2 പ്രൊഡക്റ്റുകളാണ് ഉണ്ടാവുന്നത്. ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റും പാരാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റും. ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഓർത്തോ ബ്രോമോഫിനോൾ. ഓർത്തോ ബ്രോമോഫിനോൾ എന്നത് മൈനർ പ്രൊഡക്റ്റ് ആണ്, അതായത് റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കുറച്ച് എമൗണ്ട് ഉണ്ടാകുന്ന പ്രൊഡക്റ്റാണ് ഓർത്തോ ബ്രോമോഫിനോൾ. എന്നാൽ പാരാ ബ്രോമോഫിനോൾ എന്നത് മേജർ പ്രൊഡക്റ്റ് ആണ്. എന്തുകൊണ്ടാണ് പാരാ പ്രൊഡക്റ്റ് കൂടുതൽ മേജർ ആകുന്നത്? നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള പോലെ തന്നെ ഇവിടെ നമുക്ക് പറയാം ഈ ഒരു കോമ്പൗണ്ടിന് കറക്റ്റ് ആയിട്ടുള്ളൊരു സിമെട്രി ഉണ്ട് അല്ലേ. നിങ്ങൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ആയിട്ടുള്ള ഒരു സിമെട്രി ഉണ്ട്. അതുകൊണ്ടാണ് പാരാ മോളിക്യൂൾസ് അല്ലെങ്കിൽ പാരാ കോമ്പൗണ്ടുകൾ മേജർ പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നത്. സാധാരണയായിട്ട് ഹാലജനേഷൻ റിയാക്ഷൻ നടക്കുന്നത് ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലാണ്. FeBr3 അല്ലെങ്കിൽ അലുമിനിയം ക്ലോറൈഡ് പോലെയുള്ള ലൂയിസ് ആസിഡുകളുടെ പ്രസൻസിലാണ് ഹാലജനേഷൻ റിയാക്ഷൻ നടക്കാറുള്ളത്. എന്നാൽ ഇവിടെ ഫിനോളിലുള്ള OH ഗ്രൂപ്പ് ഹൈലി ആക്റ്റീവ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ
ഇത്തരത്തിലുള്ള ബ്രോമിനേഷൻ റിയാക്ഷൻ നടക്കുന്നതിന് നമുക്കൊരു ലൂയിസ് ആസിഡിൻ്റെ ആവശ്യം ഇല്ല എന്ന് പ്രത്യേകം ഓർക്കണം. ഒരു ലൂയിസ് ആസിഡിൻ്റെ പ്രസൻസ് ഇല്ലാതെ തന്നെ ഫിനോളിന് ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്യാനും പ്രൊഡക്റ്റുകൾ ഫോം ചെയ്യാനും സാധിക്കുന്നു. മറ്റൊരു റിയാക്ഷനിൽ ശ്രദ്ധിച്ചാൽ ഫിനോൾ അണ്ടർഗോ റിയാക്ഷൻ വിത്ത് 3Br2. എക്സസ് എമൗണ്ട് ഓഫ് ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന പ്രൊഡക്റ്റാണ് 2,4,6 ട്രൈ ബ്രോമോഫിനോൾ. എന്താണ് ഈ 2,4,6 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള കാർബണിനെ 1 എന്നും ബാക്കിയുള്ള കാർബൺ ആറ്റംസ് നമ്മൾ നമ്പർ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ബ്രോമിൻ ആറ്റം അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത് 2, 4, 6 പൊസിഷനുകളിലാണ്. അതിനാൽ ഫിനോൾ എക്സസ് ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് 2,4,6 ട്രൈ ബ്രോമോഫിനോൾ എന്ന കോമ്പൗണ്ട് ഉണ്ടാകും.